ബിഗ് ബോസ് മലയാളം സീസൺ 5 അഖിലും അനുവിൻ്റെ നോമിനേഷനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം എന്നെ അഖിലിൻ്റെ PR ആണെന്ന് ആരും പറയാൻ ചാൻസ് ഇല്ല. അനു അഖിലിന് അഗേൻസ്റ്റ് പറയാൻ ഒരു കാര്യമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ ഒരാഴ്ച പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. ഈ ഫിസിക്കൽ അസോൾട്ടിൻ്റെ കേസാണെങ്കിലും റിനോഷന് സംസാരിക്കാൻ സ്പേസ് കൊടുക്കാത്തതിനെ കുറിച്ചാണെങ്കിലും അത് അനു തന്നെ എടുത്ത് പറഞ്ഞിട്ടുമുണ്ട് ടീം മീറ്റിങ്ങിൻ്റെ ഇടയിൽ. പിന്നെ സംയമനം പാലിക്കാതെ ജുനൈസിനെ പോയി തള്ളിയ കേസിനെ കുറിച്ചാണെങ്കിലും അങ്ങനെ ജുനൈസിനെ പ്രൊവോക്ക് ചെയ്ത കാര്യത്തിനെ കുറിച്ചാണെങ്കിലും അവിടെ ജോലി ചെയ്യാതെ മാറിയിരുന്നതിനെ കുറിച്ചാണെങ്കിലും അതിനുശേഷം വന്ന് ജോയിൻ ചെയ്തു, പക്ഷെ കുറച്ച് നേരം മാറിയിരുന്നു എന്നും ലാലേട്ടനും എടുത്തവിടെ പറയുന്നു. അപ്പം റീസൺസ് ഇല്ല എന്ന് അനു പറയുന്നത് ശരിക്കും ശരിയല്ല. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ അനുവിന് എന്നാൽ വെട്ടി തുറന്ന് അഖിലിന് അഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാൻ റെഡി അല്ലാത്ത അനുവിനെയാണ് നമുക്ക് അവിടെ കാണുന്നത്. അപ്പം അനു ഭയങ്കര ബ്രില്യൻ്റ് ആണ്, അനു അടിപൊളിയാണ്, അനു ഇന്നലെ ചെയ്ത വലിയ കാര്യമാണെന്ന് പറഞ്ഞ പല വീഡിയോസും ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ അനു അത്രയും ബ്രില്യൻ്റായിട്ട് എന്താണ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അവിടെ നിലപാടുകൾ എടുത്ത് പറയാൻ പറ്റാത്തൊരു അനുവിനെയാണ് ഞാൻ കാണുന്നത്. മറ്റൊരാൾ വാളും പരിചയം എടുത്ത് സറണ്ടർ ചെയ്യാണ്. എന്നെ നോമിനേറ്റ് ചെയ്തോ, അനുവിനെ ഞാൻ നോമിനേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അത് അഖിലിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ബിക്കോസ് അവിടെ അനു എന്നൊരു സ്ത്രീയെ അഖിൽ നോമിനേറ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ ചിലപ്പോൾ പുള്ളിക്കാരന് പുറത്തൊരു നെഗറ്റീവ് പോപ്പുലാരിറ്റി വരുമോ ഇല്ലയോ എന്നുള്ളൊരു തോന്നലോ അല്ലെങ്കിൽ അതൊരു സ്ട്രാറ്റജിയുടെ ഭാഗമായിരിക്കാം. അല്ലെങ്കിൽ പുള്ളിക്കാരന് പുറത്ത് പോകാൻ ഒരു സാധ്യതയില്ല, പുള്ളിക്കാരനാണ് അവിടുത്തെ ടോപ്പ് പ്ലെയർ എന്നുള്ളൊരു കോൺഫിഡൻസ് ആയിരിക്കാം. ഇതുമല്ലാതെ ചിലപ്പോൾ പുള്ളിക്കാരൻ നോമിനേഷനിൽ വന്നാൽ എനിക്ക് PR പുറത്തുണ്ട്, അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പ്രേക്ഷകരുണ്ട്, ആ ഒരു കോൺഫിഡൻസ് കാരണമായിരിക്കാം. ഞാൻ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ എന്ത് വേണേ ആയിരിക്കാം. അഖിലിന് PR ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബിക്കോസ് ഞാൻ ഇതിനു മുന്നേ ചെയ്ത വീഡിയോയിൽ ഞാൻ പറയുന്ന അഖിലിന് PR ഇല്ല എന്ന് തന്നെയാണ്. ബിക്കോസ് അഖിലിൻ്റെ നോർമൽ ബിഹേവിയർ വെച്ചിട്ട് അഖിലിന് PR ഉള്ളതായി ഒരു രീതിയിലും സംശയിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അഖിലിനെ സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുണ്ട്. അഖിലിന് വേണ്ടി മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുണ്ടോ? അതും ഉണ്ടായേക്കാം. പക്ഷേ അത് അഖിൽ പറഞ്ഞിട്ടാണോ ചെയ്യിക്കുന്നത്? അതിനെക്കുറിച്ച് ആർക്കും ഒരു പ്രൂഫില്ല. അപ്പം നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ചിലത് പറയാതിരിക്കുക, അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. ഫുൾ ഇൻഫോർമേഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അഭിപ്രായം നമുക്കുണ്ടാകാം. ഉള്ള ഇൻഫോർമേഷൻ വെച്ചുള്ള അഭിപ്രായമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇൻഫോർമേഷൻ വെച്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിൽ തോന്നുന്ന കാര്യം വെച്ചിട്ട് അഖിൽ പൈസ കൊടുത്തോ അല്ലെങ്കിൽ അഖിൽ ഒരാളെ നിയമിച്ചോ ഒരു PR അവിടെ ഇല്ല. അഖിലിൻ്റെ ഗെയിം പ്ലേ കണ്ടിട്ട്, അഖിലിൻ്റെ ടാലൻറ്റ് കണ്ടിട്ട് അഖിലിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണുള്ളത്. അപ്പം അവരുടെ കോൺഫിഡൻസിലായിരിക്കും അഖിൽ നോമിനേഷനിൽ വന്നോട്ടെ എന്ന് അഖിൽ ചിന്തിച്ചേക്കുന്നത്. അപ്പം ആ ഒരു കോൺഫിഡൻസ് അഖിലിനെ രക്ഷിക്കട്ടെ. അഖിലിൻ്റെ ഈ ഒരു ഗെയിം സ്ട്രാറ്റജിയെക്കുറിച്ചും അനുവിൻ്റെ നിലപാടില്ലായ്മയെക്കുറിച്ചും അനു സ്ട്രോങ് അല്ലാതെ അവിടെ ആ ഒരു റൂമിൽ ഇരുന്നതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. അനു അവിടെ വീക്കായിരുന്നോ അല്ലെങ്കിൽ അനു അവിടെ സ്ട്രോങ് ആയിരുന്നോ? എന്താണ് അനുവിന് കാര്യമായി അവിടെ ഒന്നും പറയാൻ പറ്റാതിരുന്നത്? അവിടെ അഖിൽ ഓൾറെഡി വാളും പരിചയം വെച്ച് കീഴടങ്ങിയ കാരണമാണോ അനുവിന് കാര്യമായി ഒന്നും തിരിച്ച് പറയാൻ പറ്റാതിരുന്നത്? അപ്പോൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറയാം.